ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ BJP നടത്തിയൊരു മുന്നേറ്റം, 13 വാർഡുകളിൽ ജയിച്ചു, 16 വാർഡുകളിൽ 2ാം സ്ഥാനത്ത് വന്നു. അതൊരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു. കാരണം അത്രയും പോളറൈസേഷൻ അവിടെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് BJP അത്രയും സീറ്റുകൾ കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലത്ത് നേടിയിരിക്കുന്നത്. അതുകൂടാതെ കൊല്ലത്തെ BJPയുടെ മുന്നേറ്റം, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഈവൻ തിരുവനന്തപുരത്ത് പോലും BJP ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ആ രീതിയിലുള്ള ഒരു ഹിന്ദു പോളറൈസേഷൻ BJPക്ക് അനുകൂലമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വസ്തുതയാണ്. കാരണം ഒരു വിഭാഗം പോളറൈസ് ചെയ്ത് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു പ്രതിക്രിയ എന്നുള്ള രീതിയിൽ മറുവിഭാഗവും വോട്ട് ചെയ്യും. അതെന്നും നടക്കില്ല, അല്ലെങ്കിൽ എക്കാലവും ഹിന്ദുക്കൾ ഇങ്ങനെ സംഘടിതമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം തുടരില്ല എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം അവരും നോക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ എന്താണ് സാഹചര്യം എന്നല്ല നോക്കുക. അതിപ്പം രാഷ്ട്രീയമായിട്ടുള്ള ലോയൽറ്റി ഉണ്ടാവും, അതുകൂടാതെ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരുണ്ടാവും, മറ്റ് ആശങ്കകളുണ്ടാവും, ഭയമുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പം വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള കുറേ ആസ്പെക്ട്സ് ഉണ്ടാവും. അപ്പം അതൊക്കെ ഒരു റിസൾട്ട് തന്നെയാണ്